71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ വിധി നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക മത്സരങ്ങളിൽ ഏറ്റവും കുറച്ച് സമയമെടുത്തു വരുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾക്ക് ഫൈനലിൽ കളിക്കാം. അത് ആ സ്വർണ്ണ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ പുന്നമടയുടെ ഫിനിഷിംഗ് പോയിന്റ് സ്വർണ്ണ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നതിന് വേണ്ടി ഭാഗ്യം കിട്ടുന്നത് ആർക്ക് വേണ്ടി എന്നുള്ള മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രാക്കിലൂടെ ആനാരി, രണ്ടാമത്തെ ട്രാക്കിലൂടെ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിലൂടെ കരുവറ്റ ശ്രീവിനായകൻ, നാലാമത്തെ ട്രാക്കിലൂടെ കാരിച്ചാൽ. അതെ, നാലാമത്തെ ട്രാക്കിൽ തുഴയുന്ന കാരിച്ചാൽ വള്ളം കളി ആരംഭിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഏകദേശം 100-200 മീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ ഏകദേശം 1-2 വള്ളപ്പാടിന്റെ വ്യക്തമായ ഒരു ആധിപത്യം നേടിയിരിക്കുന്നു. സാർ കാണുന്നില്ലേ? ബിജു എടത്തനാണ് ഇതിന്റെ ക്യാപ്റ്റൻ, ലീഡിംഗ് ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ 8 കണ്ണുകളും 10 കൈകളും 5 നാക്കുമുള്ള ഒരാൾക്ക് ലീഡിംഗ് ക്യാപ്റ്റൻ ആകാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ കാരിച്ചാൽ പുന്നമടക്കായലിനെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് ആനാരിയും വെള്ളംകുളങ്ങരയും കരുവാറ്റ ശ്രീവിനായകനും കാരിച്ചാലും വാശിയേറിയ മത്സരം കണ്ടുകൊണ്ട് ജനങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വേദിയിലാണ് ഈ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ പ്രാഥമിക മത്സരങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ജലചക്രവർത്തിയായ കാരിച്ചാൽ വ്യക്തമായ ആധിപത്യം പുന്നമടയിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ 71ാമത് നെഹ്റു ട്രോഫി തന്റെ ശിരസിലേറ്റുമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ് ഈ പുന്നമടക്കായലിന്റെ ഓളങ്ങളിലൂടെ ഓളപ്പരപ്പിലൂടെ തുള്ളിച്ചാടി കടന്നു വരുന്നത്. എത്ര മനോഹരമായ, എത്ര സുന്ദരമായ മത്സരങ്ങളാണ് ഈ പുന്നമടക്കായലിൽ ഇറങ്ങിയിരിക്കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ട്രാക്കിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് താരതമ്യേന പുതിയ വള്ളങ്ങളായ മറ്റു വള്ളങ്ങളോട് മത്സരിച്ച് 55 വർഷം പഴക്കമുള്ള വള്ളംകളിയിലേക്കാണവർ. 1970-ൽ കോഴിമുക്ക് നാരായണാചാര്യ എന്ന് പറയുന്ന രാജശില്പി തൊടുത്തുവിട്ട അസ്ത്രമിത പുന്നമടക്കായലിന്റെ നാലാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു കുത്തിപ്പാഞ്ഞു വരികയാണ്. ഒരു ജനതയുടെ മുഴുവൻ സാക്ഷാത്കാര്യമാണ്. പല ക്ലബ്ബുകൾ പല വർഷങ്ങളിൽ വള്ളം മത്സരിക്കുമ്പോൾ ഈ തവണ സ്വന്തമായ ഒരു ക്ലബ്ബ് എന്നുള്ള ഒരാവശ്യത്തിൽ KCBC കാരിച്ചാൽ തുഴഞ്ഞ കാരിച്ചാൽ ഇതാ ഫിനിഷിംഗ് ലൈൻ കടന്നുപോയ സുന്ദരമായ കാഴ്ച. ഏകദേശം മറ്റു വള്ളങ്ങളെ 1, 2, 3, 4 വള്ളപ്പാടിന്റെ കൊടിപ്പാടിന്റെ വ്യത്യാസത്തിൽ വിജയിച്ച് മുന്നേറിക്കൊണ്ട് നാലാമത്തെ ട്രാക്കിലൂടെ 1974 മുതൽ ജൈത്ര യാത്ര ആരംഭിച്ച് 2024 വരെ നിൽക്കുന്ന നിലവിലെ നെഹ്റു ട്രോഫി ജേതാവായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ഏകദേശം ഒരു വള്ളപ്പാടിന്റെ വ്യത്യാസത്തിൽ വിജയിച്ച് മുന്നേറിയ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്.